വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. ഇപ്പൊ നമ്മുടെ സെറ്റ് എക്സാമിന്റെ കഴിഞ്ഞ കുറച്ചു കാലത്ത് ഒരു മൂന്ന് ടേമിലുള്ള സെറ്റ് എക്സാമിന്റെ പാസ് പെർസെൻറ്റേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2024 ജാനുവരി, 2024 ജൂലൈ, 2022 ജാനുവരി. അപ്പം ഇതിന്റെ ഇടയ്ക്ക് 2025 ജൂലൈയുടേതുണ്ട്. പക്ഷെ അതിന്റെ കണക്കൊന്നും നമ്മുടെ LBS പുറത്ത് വിട്ടിട്ടില്ല. ഇത് LBS തന്നെ പുറത്ത് വിട്ടിരിക്കുന്ന കണക്കാണ്. അതിന്റെ പെർസെൻറ്റേജ്, എത്ര നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു, ഓരോ ജില്ലയിലും എത്ര പേര് പാസ്സായി, ഏതൊക്കെ സബ്ജക്റ്റിന് എത്ര പേഴ്സെന്റ് പാസ്സായി എന്നൊക്കെ ഉള്ളത് LBS പുറത്ത് വിട്ടേക്കുന്ന കണക്കിൽ നിന്ന് നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇപ്പൊ 2024 നോക്കിക്കേ, ഈ മൂന്ന് വർഷവും നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും 10,000-ന് മുകളിൽ ആപ്ലിക്കൻസ് ഉണ്ട്. അപ്പൊ 10,000-ന് മുകളിൽ ആപ്ലിക്കൻസ്, അതായത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 20,000 പേരാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏകദേശം 20,000 പേരോളം എന്താണ് സെറ്റ് ഇല്ലാതെ ഇവിടെ നിപ്പുണ്ട്. 20,000 പേരോളം ആൾക്കാർ PG എല്ലാം കഴിഞ്ഞിട്ട് സെറ്റ് ഇല്ലാതെ നിപ്പുണ്ട്. അതായത് അവര് എന്താണ് ആ ഒരു കോമ്പറ്റീഷൻ, സെറ്റ് ഉള്ളവരുടെ കോമ്പറ്റീഷനിലേക്ക് അവർ വരുന്നില്ല. സെറ്റ് ഉള്ളവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? HSST അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് നോൺ വൊക്കേഷണൽ ടീച്ചറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ വരുന്ന ജൂനിയർ പോസ്റ്റുകളിലേക്ക് ഗസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ എല്ലാ തവണയും എന്താണ് ഒരു 20,000-ന് മുകളിൽ ആൾക്കാർ ആ അവസരം കിട്ടാതെ നിൽക്കുകയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കിക്കേ, 19,464 പേരാണ് 2024 ജാനുവരിയിലെ സെറ്റ് എഴുതിയത്. അതിൻ്റെ അകത്തുനിന്ന് എത്ര പേര് അകത്ത് കയറി? 5,103. അതായത് ഏകദേശം 1/3 വേണമെങ്കിൽ പറയാം. 1/3 വരണമെങ്കിൽ അത് എത്ര ശതമാനം ആകണമായിരുന്നു? 33% ആയിരുന്നെങ്കിൽ മാത്രമേ 1/3 ആകില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ ഏകദേശം എത്രയാണ്? 4/1 ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സെറ്റ് അവിടെ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. ഇനി നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, 2024 ജൂലൈയില് ഏറ്റവും അടുത്ത സമീപകാലത്തെ സെറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും മോശം റിസൾട്ട് ഉണ്ടായിരുന്ന സെറ്റായിരുന്നു 2024 ജൂലൈയിൽ. 1,541 പേരാണ്. അതായത് 10% ആൾക്കാർ, 10 പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ എത്രയാണ്? 10 പേര് അല്ലെങ്കിൽ 100 പേര് എഴുതുമ്പം 25 പേർക്ക് മാത്രം കിട്ടുന്ന എക്സാം ആയിരുന്നു 24-ലേത്. അത് കഴിഞ്ഞ് മാറ്റം വന്നു. ഇനി നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, 2025 ജാനുവരിയിലെ നോക്കാം. അവിടെ വന്നപ്പം താരതമ്യേന കുറച്ച് എളുപ്പമായിരുന്ന ഒരു സെറ്റ് എക്സാം ആയിരുന്നു. അവിടെയും എന്താണ് 20%. അതായത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 20,719 പേര് എഴുതി. അതായത് ഇവിടെ നമ്മൾ 3 അനാലിസിസ് നടത്തുമ്പം ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നത് 2025 സെറ്റ് എക്സാമിനാണ്. അതിൻ്റെ അകത്ത് 4,324, അതായത് 5-ൽ 1 കുറഞ്ഞു. 4-ൽ 1, 10-ൽ 1, 5-ൽ 1 കുറയുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സെറ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നമുക്ക് എന്താണ് ഫിൽറ്റർ ഡൗൺ ചെയ്ത് വരുമ്പോൾ നമ്മൾ അടുത്ത കോമ്പറ്റീഷനിലേക്ക് നമ്മൾ മത്സരിക്കുമ്പോൾ കോമ്പറ്റീഷൻ താരതമ്യേന കുറവായിട്ടുള്ളൊരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം എന്താണ്? ബഹുഭൂരിപക്ഷം പേരും പരാജയപ്പെടുന്ന ഒരു എക്സാം ആണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സബ്ജക്ട് വൈസ് എന്ന് പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ, പ്രത്യേകിച്ച് സയൻസ് സ്ട്രീം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സുവോളജി ആണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്. നമുക്ക് നോക്കാം, ഓരോന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ എത്രയാണ് പാസ് പെർസെൻറ്റേജ്? ഫിസിക്സിൻ്റെത് 30%. ഫിസിക്സിന്റെ 30% എന്ന് പറയുമ്പം 10-ൽ 3 പേരാണ് അത് പാസ്സായിരിക്കുന്നത് 24-ൽ. ഇനി ഇവിടെ നോക്കിക്കേ, അത് 6.36% കുറയുന്നു. 6.36% കുറയുന്നു. ഇനി എത്രയാണ് ഏകദേശം ഒരു ടോട്ടൽ ആപ്ലിക്കൻസ് ഒരു വർഷം ഫിസിക്സിന് വരുന്നത്? 1,500 പേരിൽ കൂടുതൽ ഫിസിക്സിന് ഒരു ടൈമിൽ അറ്റ് എ ടൈമിൽ വരാറില്ല. 1,500 ആണ്. അപ്പൊ 1,500-ന്റെ 6% എന്ന് പറയുന്നത് എത്രയായിരിക്കും? ചിന്തിച്ചു നോക്കിയോ? നമുക്ക് വരുന്നത് 100 പേരിൽ താഴേക്കായിരിക്കും പാസ്സായേക്കുന്നത്. ഇനി അടുത്തത് 2025 വന്നപ്പോൾ അത് 30% മാറി.
അപ്പം ഏകദേശം എത്രയാണ് ഒരു വർഷം ഫിസിക്സിൽ സെറ്റ് പാസ്സായിട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു 100 മുതൽ 500 പേര് വരെ. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 1/3 1500ന്റെ 1/3 എന്ന് പറയുന്നത് 500 അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പോലും 100 മുതൽ 500 വരെയുള്ള കാൻഡിഡേറ്റ്സ് ആണ് ശരാശരി സെറ്റ് ക്ലിയർ ചെയ്ത് ഓരോ വർഷവും ഒരു ടേമിൽ പുറത്തിറങ്ങും. ഇനി കെമിസ്ട്രിയുടെ നോക്കിക്കേ, 28% ഉണ്ട്. 2 തവണ കെമിസ്ട്രി കൺസിസ്റ്റന്റ് ആയിട്ട് 28 വന്നു. ഫിസിക്സ് 30 2 തവണ വന്നതുപോലെ. അതേസമയം 24 ജൂലൈയിൽ അത് 8% വരുന്നത്. 8% വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ബോട്ടണി ആണ്. ബോട്ടണിയുടേത് 31 വന്നിട്ടുണ്ട്. ഏറ്റവും കുറവ് 4.73% വന്നിട്ടുണ്ട്. സുവോളജി നോക്കുക, 31 49. അതായത് സുവോളജിക്ക് കമ്പാരിറ്റീവ്ലി ഇടക്ക് പെർസെൻറ്റേജ് നല്ല രീതിയിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ലാസ്റ്റ് സെറ്റിന്റെ പ്രീവിയസ് സെറ്റില് 49%, അതായത് ഏകദേശം അപ്ലൈ ചെയ്തതിന്റെ പകുതി പേരും പാസ്സായ സെറ്റായിരുന്നു സുവോളജിയുടേത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതേ സമയത്ത് തന്നെ നടന്ന ബോട്ടണിയുടെ എക്സാമിൽ 31% ഉള്ളൂ. 10ല് 3 പേരെ പാസ്സായിട്ടുള്ളൂ. ഇനി മാത്തമാറ്റിക്സ് നോക്കിക്കേ, മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും കൗതുകം. 36% പാസ്സായിട്ടുണ്ട്. 1% 1.66 പാസ്സായിട്ടുണ്ട്. 1.66, അതായത് 10 പേരിൽ 2 പേര് തികച്ച് പാസ്സാകാത്ത ഒരു കാലഘട്ടം മാത്തമാറ്റിക്സിന് ഉണ്ടായിരുന്നു. അതുപോലെ 15.79% പാസ്സായിട്ടുണ്ട്. ഇംഗ്ലീഷ് നോക്കിക്കേ, ഇംഗ്ലീഷിന് 56% പാസ്സായിട്ടുണ്ട്. 4% പാസ്സായിട്ടുണ്ട്. 25% പാസ്സായിട്ടുണ്ട്. അതായത് ടോട്ടൽ ആപ്ലിക്കൻസിന്റെ 4/1, 100-4, അതുപോലെ തന്നെ 100-56 ഒക്കെ പാസ്സായിട്ടുണ്ട്. കൊമേഴ്സും കമ്പാരിറ്റീവ്ലി കൊമേഴ്സ് സ്റ്റേബിൾ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഇത് പറയുന്നതിന്റെ സിഗ്നിഫിക്കൻസ് ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഫിൽറ്റർ ചെയ്യപ്പെടുകയാണ്. ഒരു കോമ്പറ്റീഷൻ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫിൽട്രേഷൻ പ്രോസസ്സിന് വിധേയമാകുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ആ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ലാർജ് സ്കെയിൽ ഫിൽട്രേഷൻ ആണ്, അല്ലെ? ഏറ്റവും സൂക്ഷ്മമായ അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുന്നതാണ് സെറ്റ് പരീക്ഷ എന്ന് നമുക്ക് ഇതിന്റെ റിസൾട്ട് കാണുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ നിലവിൽ HSSCയുടെ നോട്ടിഫിക്കേഷൻ വന്നു എന്നതാണ് നിങ്ങൾക്കൊക്കെ ഇനി എന്തിനാ സെറ്റ് എന്നൊരു തോന്നൽ വരും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. പ്രത്യേകിച്ച് നമ്മളുടെ ബയോളജിയും കെമിസ്ട്രിയും അല്ലാത്ത ഫിസിക്സ് മാത്സുകാരൊക്കെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നോൺ വൊക്കേഷണൽ സ്കൂൾ ടീച്ചറുടെ നോട്ടിഫിക്കേഷൻ വലിയ താമസമില്ലാതെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം അന്ന് ഒരിക്കലും ഒരു ദിവസം വന്നതായിരുന്നു. പക്ഷെ ഇപ്പം നവംബറിൽ കെമിസ്ട്രി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കെമിസ്ട്രി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഫിസിക്സ് അതിന്റെ വലിയ താമസമില്ലാതെ വരും എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീനിയർ തസ്തികയിൽ ഒഴിവ് കുറവാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സീനിയർ തസ്തികയിൽ ഒഴിവ് കുറവാണ്. ജൂനിയർ എടുക്കുന്ന പോലെ 100 140 ഒന്നും എടുക്കത്തില്ല. സീനിയർ വിളിച്ചു കഴിഞ്ഞാൽ പരമാവധി 12 അല്ലെങ്കിൽ 8 ഈ ഒരു ലെവലിലായിരിക്കും സീനിയർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നിലവിൽ ഫിസിക്സിന്റെ മാത്രമേ ഉള്ളൂ സീനിയർ പോസ്റ്റിലുള്ള നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടത്തി റാങ്ക് ലിസ്റ്റ് പ്രോസസ്സിംഗിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി സബ്ജക്റ്റിന്റെ ഒന്നും സീനിയർ വിളിച്ചിട്ടില്ല. അപ്പം അത് വരാനുള്ള സാധ്യത ഉടനെ തന്നെ ഉണ്ട്. ഓക്കെ, അതുപോലെ മറ്റൊരു സാധ്യതയാണ് എയ്ഡഡ് സ്കൂളിലെയും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലെയും ജൂനിയർ തസ്തികകൾ പെട്ടെന്നൊന്നും ഫില്ലാകാറില്ല, അല്ലെ? ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ നിയമനം നടന്ന് പെട്ടെന്ന് ഫില്ലാകാറില്ല. സത്യസന്ധമായ മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതായത് നിയമനം ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പുറത്ത് ഒരു ലാർജ് സ്കെയിൽ വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്, അൺഫില്ലായിട്ട് സർക്കാർ ഇട്ടിട്ടുണ്ട്. അവിടെ ആരെയാണ് വെക്കുന്നത്? വെറും MSc B.Ed ഉള്ള അല്ലെങ്കിൽ MA B.Ed ഉള്ള കാൻഡിഡേറ്റിനെയാണോ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? സെറ്റ് ഇല്ലാത്തവരുടെ അഭാവത്തിലാണ് നമുക്ക് ആ പോസ്റ്റിൽ നമുക്ക് കയറാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ 2 തരത്തിലുള്ള പോസ്റ്റാണ്. സീനിയർ പോസ്റ്റും ഉണ്ട്, ജൂനിയർ പോസ്റ്റും ഉണ്ട്. ജൂനിയർ പോസ്റ്റിന് തരക്കേടില്ലാതെ 1250 രൂപയോളം പെർ ഡേ സാലറിയാണ് കിട്ടുന്നത്. ഡെയിലി വേജ് ആണ്. B.Ed കഴിഞ്ഞ് ഇറങ്ങിയ ഒരു ഫ്രഷറെ സംബന്ധിച്ചിടത്തോളം 1200 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം വരുമ്പോൾ ഏകദേശം നമുക്കൊരു 15 17 ഒക്കെ വർക്കിംഗ് ഡേ കിട്ടും. അതായത് ഇത് ജൂനിയർ പോസ്റ്റ് ആയതുകൊണ്ടാണ് 17 വരെ വരുന്നത്, അല്ലെങ്കിൽ 20 പ്ലസ് പോയിന്റ്. അപ്പം വരുമ്പോ ഒരു തൽക്കാലം ഒരു വരുമാന മാർഗമായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും കോച്ചിങ്ങോ കാര്യങ്ങളോ ഒക്കെ എടുത്ത് മുമ്പോട്ട് അവന് പഠിക്കാനും പറ്റും. 10 ദിവസം 1200 വെച്ച് കിട്ടുമ്പം എത്രയാണ്? 12,000 രൂപ, 12,500 സംതിങ് 13,000 രൂപ വരും.
അത് 15 ആകുമ്പോൾ ഏകദേശം ഒരു 15നും 20നും ഇടയ്ക്കുള്ള ഒരു സംഖ്യ ഒരു BEd ജസ്റ്റ് കഴിഞ്ഞുള്ള ഒരാളെ സംബന്ധിച്ച് ഇനഫാണ്. ഇനി നമ്മുടെ സീനിയർ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാലോ അത് 1400+ ആണ്. അപ്പം അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട്, അത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതും കൂടെ ഓർക്കുക. അപ്പൊ സെറ്റിന്റെ റെലവൻസ് എന്ന് പറയുന്നത് എപ്പോഴും സെറ്റിന് അതിൻ്റെതായ റെലവൻസ് ഉണ്ട്. അപ്പൊ CCയിൽ ഇപ്പൊ ലോങ് ടേം ബാച്ചുകൾ, സെറ്റിന്റെ ലോങ് ടേം ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ലോങ് ടേം ബാച്ചിൽ നിലവിൽ 30% ഓഫർ ഉണ്ട്. 31-ാം തീയതി വരെയാണ് നമ്മൾ ആ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓഫറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ 9746455514 എന്ന് പറയുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സസിന്റെ മറ്റ് ഫീച്ചേഴ്സ്, റെക്കോർഡഡ് വേർഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ട്. ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞാൽ 2016 പ്രത്യേകിച്ച് ഫിസിക്സിന്റെ കേസിൽ 2016 മുതലുള്ള പരീക്ഷകളിൽ നടത്തിയിട്ടുള്ള ചോദ്യ പേപ്പറുകൾ നമ്മൾ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ആ ഒരു സെഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതെല്ലാം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള അനാലിസിസ് ഒക്കെ നടത്തുന്ന വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ താങ്ക് യു.